യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധ മാതാവിൻ്റെ വിലയേറിയ മധ്യസ്ഥം എന്നതിനെ പറ്റിയാണ്. ജപമാല ചൊല്ലുന്ന വ്യക്തികളെ പരിഹസിക്കുന്ന ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ജപമാല ഉരുട്ടിക്കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. ചോദിക്കുന്നവർ ചിലപ്പോൾ നല്ല ഹൃദയമുള്ളവരാകാം, നല്ല ഉദ്ദേശമുള്ളവരുമായിരിക്കാം. ജപമാല ചൊല്ലുന്നവർ എന്തോ തെറ്റ് ചെയ്യുന്നു, അതിനാൽ അവരെ മോചിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുമായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൽ എന്താണ് പരിശുദ്ധ അമ്മയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്? അമ്മയ്ക്ക് നമ്മെ സഹായിക്കാൻ സാധിക്കുമോ? ആദ്യമായിട്ട് തന്നെ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്കയിലെ ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്ത് വിക്ടോറിയ ഹെയർഗ്രോ എന്ന് പറയുന്ന ഒരു വനിത, ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയുടെ സാക്ഷ്യം ഇങ്ങനെയാണ്: 6 വയസ്സുള്ളപ്പോൾ അപ്പച്ചൻ മടിയിലിരുത്തി ജപമാല ചൊല്ലുവാൻ പഠിപ്പിച്ചതാണ്. അപ്പം 6 വയസ്സ് മുതൽ പള്ളിയിൽ പോകും, വിശുദ്ധ കുർബാനയിലുള്ള ഈശോയെ സ്നേഹിക്കും, ആരാധിക്കും. വീട്ടിൽ വരുമ്പോൾ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കും, ബൈബിള് വായിക്കും. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ചു, അല്ലെങ്കിൽ അല്പം കൂടുതലായിട്ട് സ്നേഹിച്ചു. അപ്പോൾ മാതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് സ്കൂളിലോട്ടൊക്കെ പോകുന്നത്. സ്കൂളിൽ പോകുമ്പോഴെല്ലാം ഈ വിക്ടോറിയ എന്ന് പറയുന്ന പെൺകുട്ടി ജപമാല ചൊല്ലും, തിരിച്ചു വരുമ്പോഴും ജപമാല ചൊല്ലും. അങ്ങനെ ഒരുപാട് ജപമാലകൾ ചൊല്ലി പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ വിക്ടോറിയ വളർന്നു വന്നത്. പിന്നീട് വിക്ടോറിയ കല്യാണം കഴിക്കുന്നു. വിക്ടോറിയയ്ക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നു. വിക്ടോറിയയുടെ ഒരു മകൻ്റെ പേര് റാൻറ്റി എന്നാണ്. ഈ റാൻറ്റി എന്ന് പറയുന്ന മകൻ വലുതായി പട്ടാളത്തിൽ ചേരുന്നു. അമേരിക്കൻ പട്ടാളത്തിൽ ജോലി കിട്ടി അവന് വലിയ സന്തോഷമായി. കാലം മുന്നോട്ട് പോകുന്നു, എല്ലാം സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് കാലാവസ്ഥ തകിടം മറിയുകയാണ്. ഗൾഫ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ നിന്നും ആയിരക്കണക്കിന് പട്ടാളക്കാരെ അന്നത്തെ പ്രസിഡന്റ് കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആ പട്ടാളക്കാരോടൊപ്പം റാൻറ്റിയും കുവൈറ്റിലേക്ക് യാത്ര ചെയ്യുകയാണ്. കുവൈറ്റിൽ എത്തിയപ്പോഴാണ് യുദ്ധത്തിൻ്റെ ആ ഭീകരത ഈ റാൻറ്റി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മനസ്സിലായത്. അദ്ദേഹം ആകപ്പാട് വിഷമിച്ചു. കാരണം വല്ലാത്ത ഒരു അന്തരീക്ഷം, മരുഭൂമിയിലെ തികച്ചും വിപരീതമായ സാഹചര്യത്തിൽ ശത്രുവിനോട് യുദ്ധം ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരികയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഈ സമയത്ത് റാൻറ്റി എന്ന് പറയുന്ന ഈ പട്ടാളക്കാരൻ്റെ അമ്മച്ചി വിക്ടോറിയ അമേരിക്കയിലെ ടെക്സസിൽ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഒരു പള്ളിയിൽ വെച്ച് നടക്കുന്ന ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. ഒരു വചന ശുശ്രൂഷയും ഒരു ധ്യാനവും അവിടെ നടക്കുന്നു, അതിൽ പങ്കെടുക്കുകയാണ്. ആ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം അന്ന് ധ്യാനം നയിച്ചുകൊണ്ടിരുന്ന മോൺസിഞ്ഞോർ ഇപ്രകാരം പറഞ്ഞു. വളരെ വിശുദ്ധനായ വൈദികൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്രകാരം പറഞ്ഞു. മോൺസിഞ്ഞോർ റാ ബ്രോക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഇവിടെ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരുടെയോ മകൻ വളരെ വേദനാജനകവും ഭീതിജനകവുമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരികയാണ്. ധ്യാന ശുശ്രൂഷ കഴിഞ്ഞ് വിക്ടോറിയ എന്ന് പറയുന്ന അമ്മച്ചി ഓടി ചെന്ന് മോൺസിഞ്ഞോർ റാ ബ്രോക്കറിനോട് ഇപ്രകാരം പറഞ്ഞു: അച്ഛാ, എൻ്റെ മകൻ കുവൈറ്റിൽ യുദ്ധക്കളത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാന ശുശ്രൂഷ കഴിഞ്ഞ് ആളുകളെ എല്ലാം പിരിച്ചുവിട്ടു. ആഹാരവും കഴിഞ്ഞിട്ട് അച്ഛൻ പള്ളിയിൽ തന്നെ ഈ വിക്ടോറിയ അമ്മച്ചിയുമായിട്ട് വേറെ 2-3 പേരുമായിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായവരുമായിട്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ജപമാല ചൊല്ലുകയാണ്. അപ്പം 11 മണിക്ക് ആരംഭിച്ച ജപമാല 12 മണി കഴിഞ്ഞു, 1 മണി കഴിഞ്ഞു, വെളുപ്പിന് 4 മണി വരെ അവർ തുടർച്ചയായിട്ട് ജപമാല ചൊല്ലി. 5 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന ജപമാല പ്രാർത്ഥന. ആർക്കു വേണ്ടി? കുവൈറ്റിലെ യുദ്ധക്കളത്തിലായിരിക്കുന്ന റാൻറ്റി എന്ന് പറയുന്ന മകന് വേണ്ടിയിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് ഉറങ്ങാനായിട്ട് പോയി. അന്ന് ഇന്നത്തേതുപോലെ മൊബൈൽ ഫോണൊന്നും ഒരുപാട് കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്നൊരു കാലമല്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ റാൻറ്റിയുടെ ഒരു കത്ത് കുവൈറ്റിൽ നിന്നും ഈ വിക്ടോറിയ അമ്മച്ചിക്ക് കിട്ടുകയാണ്.
ആ കത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അമ്മച്ചി ഇന്ന ദിവസം ഞാൻ യുദ്ധക്കളത്തിലായിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് 2 മണിയാണ്. ആ സമയത്ത് പൊടിപടലം നിറഞ്ഞ ചൂട് നിറഞ്ഞ മരുഭൂമിയിൽ എൻ്റെ തലയുടെ മുകളിലൂടെയും എൻ്റെ മുഖത്തിൻ്റെ ഇടത്തും വലത്തും കൂടെയും 100 കണക്കിന് ബുള്ളറ്റുകൾ റോക്കറ്റ് വേഗതയിൽ പാഞ്ഞു പോകുകയാണ്. ഏത് നിമിഷവും അതിലൊരു വെടിയുണ്ട എൻ്റെ തലയിലോ എൻ്റെ നെഞ്ചത്തോ തുളച്ചു കയറി എൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് മരണത്തെ മുഖാഭിമുഖം കണ്ട നിമിഷങ്ങൾ. ഭയന്ന് വിറച്ചുപോയി. മരണം ഉറപ്പാണ്, കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പുറം ഇപ്പുറവും കൂടെ എല്ലാം വെടിയുണ്ടകൾ, ബുള്ളറ്റുകൾ പാഞ്ഞു പോവുകയാണ്. ഈ സമയത്ത് അദ്ദേഹം ആകാശത്തിലേക്കൊന്ന് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് മാത്രം കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ ആകാശത്തു നിന്നും ഒരു ശബ്ദം മുഴങ്ങുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ പേടിക്കേണ്ട, നിനക്ക് യാതൊരാപത്തും വരുത്താതെ ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിൽ കാത്തുകൊള്ളും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇടത്തോട്ടും വലത്തോട്ടും നോക്കി. കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ ആരും ഒന്നും കേട്ടിട്ടില്ല. ഈ മകന് വേണ്ടി മാത്രം ഒരു ശബ്ദം മുഴങ്ങുകയാണ്. അതിനുശേഷം ഈ മകൻ അമ്മയ്ക്ക് എഴുതുകയാണ്, മമ്മി, ഞാൻ അതിനുശേഷം എവിടെ നിന്നോ കിട്ടിയ ഒരു ധൈര്യം എൻ്റെ ഉള്ളു മുഴുവൻ വന്ന് നിറഞ്ഞു. വലിയൊരു ആന്തരിക ശക്തിയും ബലവും എനിക്ക് കിട്ടി. ആ ബലത്തോടു കൂടി ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി. വെടിയുണ്ടകൾ വീണ്ടും ഇടത്തും വലത്തും എല്ലാം വരുന്നുണ്ട്, പക്ഷെ ഒന്നുപോലും എൻ്റെ ശരീരത്ത് കൊണ്ടില്ല. ഞാനിത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കത്തെഴുതുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തിൽ പറഞ്ഞിരിക്കുന്ന സമയവും തീയതിയും എടുത്ത് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഉച്ചയ്ക്ക് 2 മണി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് രാത്രിയാണ്. ആ രാത്രിയിൽ വിക്ടോറിയ എന്ന് പറയുന്ന അമ്മച്ചി കുവൈറ്റിലായിരിക്കുന്ന തൻ്റെ മകനു വേണ്ടി വിശുദ്ധനായ ഒരു വൈദികനോടൊപ്പം ചേർന്ന് ജപമാല പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധ മറിയത്തിൻ്റെ നീല അങ്കിയിൽ തൻ്റെ പൊന്നുമകൻ പൊതിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ 5 മണിക്കൂർ സമയവും മകൻ യുദ്ധത്തിൻ്റെ തീവ്രമായ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോരാട്ടത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വലിയ സഹായം വഴിയായി റാൻഡി എന്ന് പറയുന്ന പട്ടാളക്കാരന് ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ലഭിക്കുകയാണ്. ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവച്ച സംഭവം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പോ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പോ സംഭവിച്ച ഒരു കാര്യമല്ല. സത്യത്തിൽ ഞാനന്ന് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്നാണ് ഈ സംഭവം യഥാർത്ഥത്തിൽ നടന്നത്. നമ്മുടെ വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഇതാ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. വിക്ടോറിയ എന്ന് പറയുന്ന അമ്മച്ചി അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 6 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ആരുടെ വിരലുകളിൽ തൂങ്ങിയാണോ നടന്നത്, ഞാൻ ആരുടെ കൈകളിൽ പിടിച്ചാണോ നടന്നത്, ആ അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ദൈവത്തെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പൊന്നുമകൻ റാൻഡിക്ക് വേണ്ടി ഒരു കവചം, ഒരു സംരക്ഷണം തീർക്കുകയും ആയിരുന്നു. ഇനി നമുക്ക് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പറഞ്ഞു, അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. എന്നാൽ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു. ആദ്യമായിട്ട് അനുസരണക്കേട് കാണിച്ചത് പുരുഷനല്ല, സ്ത്രീയാണ്. ഒരല്പം തിയോളജി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്, അല്ലാതെ വേറെ രക്ഷയില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആ മനുഷ്യൻ്റെ പേര് ആദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ശരിക്കും ഒരു മനുഷ്യൻ മൂലമാണോ പാപം ലോകത്തിലേക്ക് വന്നത്? ആദം എന്ന് പറയുന്ന മനുഷ്യൻ മൂലമാണോ പാപം ലോകത്തിലേക്ക് വന്നത്? അല്ല. ശരിക്കും പാപം ലോകത്തിലേക്ക് വന്നത് ഒരു സ്ത്രീയിലൂടെയാണ്. സ്ത്രീയാണ് ആദത്തെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. പക്ഷെ സ്ത്രീ ചെയ്ത പാപത്തെപ്പറ്റി ഒന്നും തന്നെ ദൈവത്തിൻ്റെ വചനം എടുത്തു പറയാതെ ആദം ചെയ്ത പാപത്തെപ്പറ്റി മാത്രമാണ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്. ഇതിന് കാരണം എന്താണെന്നറിയാമോ? ദൈവം ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത് സ്ത്രീയെയും പുരുഷനെയും എന്ന് പ്രത്യേകതയില്ലാത്ത ഒരു മനുഷ്യനെയാണ്. ആദം എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഉള്ളിൽ സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെയാണ് ആദത്തെ ഉറക്കിക്കിടത്തിയതിന് ശേഷം ദൈവം പുറത്തെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം യഥാർത്ഥത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയിൽ
പുരുഷനും സ്ത്രീയും ഉണ്ടായിരുന്നു, അവർ ഒന്നായിരുന്നു. ഇന്ന് വിവാഹത്തിലൂടെ ദൈവം വീണ്ടും അവരെ ഒന്നിപ്പിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടിയുടെ സമയത്ത് മനുഷ്യൻ ഒന്നായിരുന്ന അവരെ ദൈവം വേർതിരിച്ചെടുത്ത് ഭാര്യ ഭർത്താക്കന്മാരാക്കി കൊടുത്ത് വീണ്ടും ഒന്നാക്കാൻ പറയുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഹവ്വ ചെയ്ത പാപത്തെ ആദത്തിന്റെ കണക്കിലാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. രക്ഷ യേശുവിലൂടെ വന്നു എന്ന് പറയുന്നത് 100% ശരിയാണ്. പക്ഷേ രക്ഷ യേശുവിലൂടെ വരുന്ന സമയത്തും ആ രക്ഷയെ കൊണ്ടുവരുവാൻ ഒരു സ്ത്രീയെ ദൈവം ഉപകരണമാക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പാപം ചെയ്തപ്പോൾ സ്ത്രീയാണ് ആദ്യം പാപം ചെയ്തത്, ഹവ്വയാണ് ആദ്യം പാപം ചെയ്തത്. ഹവ്വ ആദത്തെ കൊണ്ട് പാപം ചെയ്യിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ, വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, പാപത്തെയും മരണത്തെയും ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ പിശാച് ഉപയോഗിച്ച ഉപകരണം ഒരു സ്ത്രീ ആയിരുന്നു. ആദത്തെ കൊണ്ട് പാപം ചെയ്യിക്കാൻ പിശാച് ഉപയോഗിച്ച ഉപകരണം ഒരു സ്ത്രീ ആയിരുന്നു. നാശം കൊണ്ടുവരുവാൻ നാശത്തിന് തെരഞ്ഞെടുത്ത മകനെ നാശത്തിലേക്ക് കൊണ്ടുവരാൻ പിശാച് ഒരു ഉപകരണത്തെ ഉപയോഗിച്ചു. അതൊരു സ്ത്രീ ആയിരുന്നു. അവളുടെ പേര് ഹവ്വ എന്നാണ്. ദൈവം രക്ഷ കൊണ്ടുവരാൻ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോഴും രണ്ടാമത്തെ ഹവ്വ എന്ന യഥാർത്ഥ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജീവനുള്ളവരുടെ എല്ലാം മാതാവ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ജീവനുള്ളവരുടെ എല്ലാം മാതാവ് എന്ന് പറഞ്ഞിരുന്ന ഹവ്വ മരിക്കുന്നവരുടെ എല്ലാം മാതാവായി തീർന്നു. ദൈവം എന്ത് പേരാണോ ഇട്ടുകൊടുത്തത്, അല്ലെങ്കിൽ ദൈവം എന്താണോ ഉദ്ദേശിച്ചത്, അതിൻ്റെ നേരെ വിപരീതം ഇവൾ സാത്താനുമായിട്ട് ചേർന്ന് പറ്റിച്ചു കളഞ്ഞു. അപ്പൊ ജീവനുള്ളവരുടെ എല്ലാം മാതാവായിരിക്കേണ്ട ഹവ്വ മരിച്ചു പോയവരുടെ എല്ലാം മാതാവായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. ജീവനുള്ളവരുടെ എല്ലാം മാതാവിനെ ഞാൻ വീണ്ടും കൊണ്ടുവരും. ഒരാളെ സാത്താൻ വഞ്ചിച്ചുകൊണ്ട് തകർത്ത് കളഞ്ഞെങ്കിൽ, സാത്താനാൽ ഒരിക്കലും വഞ്ചിക്കപ്പെടാത്ത ഒരു രണ്ടാമത്തെ ഹവ്വായെ, ജീവനുള്ളവരുടെ എല്ലാം മാതാവിനെ, ദൈവത്തിന്റെ ജീവൻ കുടികൊള്ളുന്നവരുടെ എല്ലാം മാതാവിനെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുടെ എല്ലാം മാതാവിനെ, പരിശുദ്ധാത്മാഭിഷേകത്തിൽ ജീവിക്കുന്നവരുടെ എല്ലാം മാതാവിനെ, മരണത്തെ തോൽപ്പിച്ച് ദൈവത്തിന്റെ ജീവനിൽ പങ്കാളികളാകുന്ന എല്ലാവരുടെയും മാതാവിനെ ഞാൻ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചു കൊണ്ടുവരും. പ്രിയപ്പെട്ടവർ, അതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം തിരുവചനത്തിൽ പറയുന്നു, നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. ദൈവം ആദ്യം പറഞ്ഞത് കണ്ടോ? സ്ത്രീയും നീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും എന്ന് പറഞ്ഞാൽ, സാത്താനെ, നീ ഒരു സ്ത്രീയുമായിട്ട് കൂട്ടുചേർന്നാണ് പണി പറ്റിച്ചത്. നിന്റെ നാശത്തിന്റെ പദ്ധതിയെ കൊണ്ടുവരാൻ നീ ഒരു സ്ത്രീയെ കൂട്ടുകാരിയായിട്ട് തെരഞ്ഞെടുത്ത് നിന്റെ പദ്ധതി നടപ്പിലാക്കിയതുപോലെ എൻ്റെ രക്ഷയെ കൊണ്ടുവരുവാൻ നിന്നോട് ശത്രുതയിലായിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കൊണ്ടുവരും. അവൾ എന്നും എന്റേതായിരിക്കും. അവൾ ഒരിക്കലും നിന്റെ പക്ഷത്ത് ചേരുകയില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൾ നിന്നെ അനുസരിക്കുകയില്ല. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നത് ഒരു നിമിഷത്തേക്ക് മാത്രമല്ല, ആജീവനാന്ത കാലം, ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നവൾ, രണ്ടാമത്തെ ഹവ്വായെ ഞാൻ കൊണ്ടുവരും. അവളും നീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ദൈവമക്കളെ, ദൈവം പറയുകയാണ്, യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിന് പിശാചിനോട് ഒരിക്കലും കൂട്ടുകെട്ടില്ല. പിശാചിനോട് അവൾക്ക് എന്നും ശത്രുതയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ദൈവത്തോട് പറഞ്ഞവൾ ഇതാ സാത്താൻ്റെ ശത്രു എന്ന് സാത്താനെ നോക്കിയും പറയുന്നവളായിരുന്നു. അപ്പോൾ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നതിന് മുൻപ് തന്നെ രക്ഷകനെ കൊണ്ടുവരുന്ന പരിശുദ്ധി നിറഞ്ഞ ഒരു ഉപകരണത്തെ ദൈവം വാഗ്ദാനം ചെയ്തു. ഇതൊക്കെ മനസ്സിലാക്കാതെ ചുമ്മാ കിടന്ന് നമ്മൾ ബഹളം വച്ചിട്ട് കാര്യമില്ല. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കാൻ പാടില്ല. കാരണം പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയാണ്, ദൈവിക പദ്ധതിയിലെ അതുല്യമായ ഉപകരണവും കൂടിയാണ്. കാലം മുന്നോട്ട് പോയി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണുകയാണ് കാനായിലെ കല്യാണ വീട്. അവിടെ യേശു ക്രിസ്തു ഒരു തച്ചനായിട്ട് മാത്രമാണ് കടന്നു വരുന്നത്. യേശുവിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊന്നും ഒരു മനുഷ്യന് പോലും അറിയത്തില്ല. ഒരു സാധാരണ തച്ചൻ, 30 വയസ്സുള്ള ഒരു തച്ചൻ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ യാതൊന്നും അറിയത്തില്ല. നല്ല മേശ ഉണ്ടാക്കും, നല്ല കസേര ഉണ്ടാക്കും, കൃത്യമായിട്ട് പണി സമയത്ത് വന്ന് പണി ചെയ്യും,
ആരോടും തർക്കിക്കാനും ബഹളത്തിനൊന്നും പോകുന്നില്ല. നല്ല ഒരു പണിക്കാരൻ, ചെറുപ്പക്കാരൻ, ആത്മാർത്ഥതയുള്ളവൻ, അങ്ങനത്തെ ഒരു പേര് മാത്രമേ അന്ന് യേശുവിന് ഉള്ളൂ. എന്നാൽ ആ കല്യാണ വീട്ടിൽ വെച്ച് യേശു ക്രിസ്തു എന്ന് പറയുന്ന തച്ചൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നും ദൈവത്തിൻ്റെ മഹത്വം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് 30 വർഷക്കാലം നടന്ന ദൈവം മനുഷ്യനായി മാറിയ, വചനം മാംസമായി മാറിയ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനാണ് യേശു ക്രിസ്തു എന്ന സത്യം ഒരേ ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ പറയുന്നു, ഹി ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യജാതനുമാണ്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപം എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്ത ദൈവത്തെ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ ഒരാളെ മാത്രമേ നോക്കാൻ പറ്റൂ, യേശു ക്രിസ്തു. He is the image of the invisible God. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപം, എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതൻ, വചനമായവൻ, ദൈവത്തിൻ്റെ സ്വരമായവൻ, ദൈവത്തിൻ്റെ വചനമായവൻ യേശു ക്രിസ്തു, ദൈവം തന്നെയായവൻ യേശു ക്രിസ്തു. ഇതാർക്കും അറിയത്തില്ല, ഒരേ ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് പരിശുദ്ധ കന്യകാ മറിയമാണ്. ഇതാ ആ വ്യക്തിയെ ദൈവം ഒരിക്കൽ കൂടി തിരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടെന്ന് അറിയാമോ? ഈ തച്ചൻ ആരാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ദൗത്യം. ഈ തച്ചൻ ഒരു സാധാരണ തച്ചനല്ല, ഇത് വചനമാണ്, ഇത് ദൈവമാണ്, ഇത് ദൈവം മനുഷ്യനായി വന്നതാണ്, ഇത് മഹത്വത്തിൻ്റെ കർത്താവാണ് എന്ന് ലോകത്തിൻ്റെ മുൻപിൽ വിളംബരം ചെയ്യാനുള്ള വ്യക്തിയാണ് മാതാവ്. ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് മാതാവ്. പ്രിയപ്പെട്ടവരെ, അന്ന് അവിടെ കല്യാണത്തിന് വന്നവരിൽ, വിവാഹ വിരുന്നിൽ സംബന്ധിക്കാൻ വന്നവരിൽ പരിശുദ്ധാത്മാവുള്ളത് ഒരൊറ്റ വ്യക്തിക്കാണത്, പരിശുദ്ധ മറിയത്തിന് മാത്രമാണ്. ബാക്കി ആരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഗബ്രിയേൽ ദൂതൻ പറയുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറഞ്ഞ് ഇപ്പോഴും ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന വ്യക്തി ഒരാളേ ഉള്ളൂ, അത് പരിശുദ്ധ മറിയമാണ്. ആ പരിശുദ്ധ മറിയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് മറിയത്തിനൊരു പ്രേരണ കൊടുക്കാൻ തുടങ്ങി. എന്താണെന്നറിയാമോ? സമയമായി, 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 യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കാണിക്കാൻ സമയമായി, യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ സമയമായി, യേശു ആരാണെന്ന് പ്രഘോഷിക്കാൻ സമയമായി, യേശുവിനെ ലോകത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത് നീ തന്നെയാണ്, പ്രസവിച്ച നിനക്ക് തന്നെയാണ്, യേശു ദൈവമാണെന്ന് ലോകത്തോട് ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം. മകളെ, നീ അത് ചെയ്യണം. ആത്മാവ് പരിശുദ്ധാമ്മയെ ഉണർത്തുകയാണ്. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കുകയാണ്. വീഞ്ഞ് തീർന്നുപോയി. ആയിരക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹ വിരുന്നാണ് അവിടുത്തെ. പ്രിയപ്പെട്ടവരെ, വീഞ്ഞ് തീർന്നുപോയി. നമ്മുടെ നാട്ടിൽ വിവാഹത്തിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ബിരിയാണി തീർന്നു പോയതുപോലത്തെ ഒരു അവസ്ഥ. വീട്ടുകാർ നാണക്കേടും മാനക്കേടും അപമാനവും സഹിച്ച് ആ നാട്ടിൽ തന്നെ എന്നേക്കും ഒരു കളങ്കം ഉണ്ടാക്കി ജീവിക്കേണ്ട അവസ്ഥ. അവരുടെ മുഴുവൻ സൽപ്പേരും ആ കുടുംബത്തിൻ്റെ മാനവും പോകുമെന്നുള്ള അവസ്ഥ. നിങ്ങൾക്കറിയാം, വീഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമല്ല. വീഞ്ഞ് പുട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, പക്ഷെ ദോശ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. മാവ് പുളിക്കണം, അല്ലേ? അതാണ് വ്യത്യാസം. ഉപ്പുമാവ് പെട്ടെന്ന് ഉണ്ടാക്കാം, പക്ഷെ ഇഡലി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുകയില്ല, മാവ് പുളിക്കണം. ഇതുപോലത്തെ ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാത്ത സാധനമായ വീഞ്ഞ് അവിടെ തീർന്നു പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ പോലും തികയാത്തത്ര ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വിരുന്നിന് അവിടെ വിരുന്ന് അനുഭവിക്കാൻ ക്ഷണിക്കപ്പെട്ടവർ വരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരേ ഒരാൾക്ക് മാത്രം അറിയാം യേശു ആരാണ്. ആ വ്യക്തി യേശുവിനോട് എന്നിട്ട് പറഞ്ഞു, മകനെ, ഇവിടെ വീഞ്ഞില്ല. യേശു പെട്ടെന്ന് ചോദിക്കുകയാണ്, അമ്മേ, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലല്ലോ. അതിന് കൂടുതൽ തർക്കമോ തർക്കുത്തരമോ തിയോളജിയോ വചനം കൊണ്ടുള്ള ഒരു കസർത്തോ പ്രസംഗമോ ഒന്നും അമ്മ യേശുവിനോട് നടത്തുന്നില്ല. അമ്മ ഉത്തരം കൊടുക്കുന്നത് യേശുവിനോടല്ല, അമ്മ ഉത്തരം കൊടുക്കുന്നത് അവിടത്തെ ദാസന്മാരോടാണ്. ഒരു പുഞ്ചിരിയോട് അമ്മ പറയുകയാണ്, അവൻ പറയുന്നത് ചെയ്യുവിൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന മാതാവ് പറയുകയാണ്, അവൻ പറയുന്നത് ചെയ്യുവിൻ. സത്യത്തിൽ ആ സമയത്ത് സംസാരിച്ചത് പരിശുദ്ധാത്മാവാണ്. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ അത് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം അമ്മ സംസാരിക്കുന്ന ഓരോ വാക്കും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട വാക്കുകളാണ്.
ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചിന്തിക്കുകയും ഭാവന കാണുകയും ആലോചിക്കുകയും സംസാരിക്കുകയും കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്ത മറിയത്തിന് ദൈവത്തിന് വിരുദ്ധമായ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഈ കാര്യം പറഞ്ഞത് ആത്മാവിൻ്റെ ട്യൂണിങ്ങിൽ നിന്ന് അമ്മയാണ്. ആത്മാവിൻ്റെ പ്രേരണയിൽ അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവിൻ. ഈ സമയത്ത് യേശുവിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവും ഉണരുകയാണ്. ഒരാളിലുള്ള പരിശുദ്ധാത്മാവ് മറ്റൊരാളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉണർത്തുകയാണ്. അഭിഷേകം അഭിഷേകത്തെ ഉണർത്തുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകം അഭിഷേകത്തെ ഉണർത്തുന്നു. യേശു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. യേശു ആ സമയത്ത് മാതാവിനെ വിളിക്കുന്ന പേരാണ് സ്ത്രീയേ. ആരാണ് ഈ സ്ത്രീ? ഉൽപ്പത്തി പുസ്തകം 3:15 പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത സ്ത്രീ, നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. വീണ്ടും ഈ സ്ത്രീ എന്നുള്ള ശബ്ദം നമ്മൾ കേൾക്കുന്നത് കുരിശിന്റെ ചുവട്ടിൽ വെച്ചാണ്. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപവും ഭാരവും ശാപവും ഒരു വ്യക്തിയുടെ പുറത്തു വന്ന് മനുഷ്യന് വിവരിക്കാനാവാത്ത വേദനകളിലൂടെ യേശു ക്രിസ്തു കുരിശിൽ പിടയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത വചനത്തിന്റെ പൂർത്തീകരണം, അതായത് ദൈവപുത്രൻ സാത്താന്റെ തലയെ തകർക്കുമ്പോൾ അവളുടെ സന്തതി നിന്റെ തലയെ തകർക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കുരിശിൽ യേശു സാത്താന്റെ തന്ത്രങ്ങളെ പദ്ധതികളെ തലയെ തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കേൾക്കെ, രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് യേശു വിളിച്ചു പറഞ്ഞു, സ്ത്രീയേ ഇതാ നിന്റെ മകൻ. യോഹന്നാൻ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ മുഴുവനും റെപ്രസെന്റ് ചെയ്ത് പ്രതിനിധീകരിച്ച് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഈശോ മാതാവിനെ വിളിക്കുന്നു, സ്ത്രീയേ ഇതാ നിന്റെ മകൻ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സുവിശേഷത്തിൽ നിന്ന് വെട്ടിക്കളയാൻ പറ്റുമോ? ഇതൊരിക്കലും നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുകയില്ല. ചിലർ തർക്കിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അത് കുരിശിൽ പിടയുന്ന സമയത്ത് മാതാവിന് ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ആരെങ്കിലും പരമേൽപ്പിക്കണ്ടേ എന്ന് വിചാരിച്ചപ്പോൾ താഴെ പെട്ടെന്ന് കണ്ടത് യോഹന്നാനെയാണ്, അതുകൊണ്ട് ഏൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അമ്മച്ചിയെ പരമേൽപ്പിക്കേണ്ടത് പുരുഷനെയാണോ സ്ത്രീയാണോ? സാക്ഷാൽ മഗ്ദലന മറിയം അവിടെ നിൽക്കുമ്പോൾ മഗ്ദലന മറിയത്തെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണം, മഗ്ദലന മറിയമേ, എൻ്റെ അമ്മയ്ക്ക് വയസ്സായി, മരിക്കുന്നത് വരെ പൊന്നുപോലെ നോക്കിക്കോണം കേട്ടോ. മഗ്ദലന മറിയം പൊന്നുപോലെ നോക്കിയേനെ. ഈശോ അങ്ങനെയല്ല പറയുന്നത്, ഇതാ നിന്റെ അമ്മ. കുരിശിൽ കിടക്കുന്ന കർത്താവിൻ്റെ അഭിഷേകം നിറഞ്ഞ വാക്കുകളാണ്. ഈശോ പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും കടന്നുപോയാലും എൻ്റെ വാക്കുകൾ മാറുകയില്ല. എങ്കിൽ അതൊരിക്കലും മാറുന്നില്ല. സ്ത്രീയെ ഇതാ നിന്റെ മകൻ. ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഈ സ്ത്രീയെ നമ്മൾ സ്ത്രീ എന്നല്ല വിളിക്കേണ്ടത്, അമ്മ എന്നാ വിളിക്കേണ്ടത്. അതാ ഇതാ നിന്റെ സ്ത്രീ എന്നല്ല, ഇതാ നിന്റെ അമ്മ. ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാരെല്ലാം കിടന്ന് ഓടുകയാണ്. ഈശോ ഉയർത്തോ? ഡെഡ് ബോഡി കാണുന്നില്ല, ഈശോയുടെ മൃതശരീരം കാണുന്നില്ല. പക്ഷെ ഒരാളെ മാത്രം ഈ ഓടുന്ന സ്ഥലത്തൊന്നും കാണുന്നില്ലല്ലോ. അതാരാണ്? പരിശുദ്ധ അമ്മയെ നമ്മൾ ആ ഉയർപ്പിന്റെ സമയത്ത് കാണുന്നേ ഇല്ല. ഉയർപ്പിന്റെ സമയത്ത് കാണാത്ത ഒരാളാണ് പരിശുദ്ധ അമ്മ. എന്താണ് കാരണമെന്നറിയാൻ മരിയ വാൾത്തോർത്ത എഴുതിയ ദൈവമനുഷ്യന്റെ സ്നേഹഗീതയിലേക്ക് നോക്കുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് കൊടുത്ത ദർശനത്തിൽ പറയുന്നു, അമ്മയ്ക്കറിയാമായിരുന്നു തൻ്റെ മകൻ ആരാണ്. കുരിശിൽ അവസാനിക്കേണ്ടവനല്ല തൻ്റെ മകൻ, അവൻ വചനമാണ്, ദൈവത്തിന്റെ മഹത്വമാണ്. എൻ്റെ മകൻ മരണത്തെ ജയിച്ച് എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. എന്നെ കാണാൻ എൻ്റെ മകൻ ഞാനായിരിക്കുന്നിടത്ത് വരും. എൻ്റെ പൊന്നു മകൻ എന്നെ കാണാൻ വരും. അമ്മ ഉറച്ചു വിശ്വസിച്ചു, എങ്ങും ഓടിയില്ല. ഉയർത്തെഴുന്നേറ്റ യേശു മാതാവിനെ കാണാൻ ചെല്ലുന്ന രംഗം മരിയ വാൾത്തോർത്തയുടെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു രംഗം അവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മാതാവിനെ കാണുന്നത് സ്വർഗാരോഹണ സമയത്തും ഒന്നും കാണുന്നില്ല. പിന്നെ കാണുന്നത് വളരെ നിർണായകമായ ഒരു സ്ഥലത്താണ്, സഭയുടെ ജനനം. സഭയുടെ ജനനം പെന്തക്കോസ്ത തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 10 ദിവസം ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം കിടക്കുന്നത് പോലെ സഭയ്ക്ക് ജന്മം കിട്ടാനായിട്ട് അവർ കാത്തിരുന്ന 10 ദിവസങ്ങൾ, സഭ ഉണ്ടാകാൻ കാത്തിരുന്ന ദിവസത്തിൽ അമ്മ അവിടെ നേതൃത്വം വഹിക്കുന്നു. പ്രാർത്ഥനയ്ക്ക്, കൂട്ടായ്മയ്ക്ക്, കാത്തിരിപ്പിന് ഈ നല്ല അമ്മ നേതൃത്വം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുമ്പോൾ ആർക്കും തെറ്റുപറ്റുന്നില്ല. അമ്മ ദൈവമല്ല, അമ്മ രക്ഷകയല്ല, അമ്മ യേശുവിൻ്റെ അമ്മയാണ്, നമ്മുടെ അമ്മയാണ്. യേശുവിൻ്റെ ശരീരമാണ് നമ്മളെങ്കിൽ യേശുവിൻ്റെ അമ്മ നമ്മുടെ അമ്മ തന്നെയാണ്. ഈ നല്ല അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കാം. കണ്ണുകളടയ്ക്കാം. ഈശോയെ, പരിശുദ്ധ അമ്മയെ തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കുരിശിലെ ആ വചനം ഞങ്ങൾ ഓർക്കുന്നു, ഇതാ നിന്റെ അമ്മ. എന്നും ഈ നല്ല അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്. സ്വർഗത്തിലും അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി,
യേശുവേ ആരാധന.